ആശാനെ രണ്ടെണ്ണം അടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതിന് എൻ്റെ കയ്യിൽ എന്തോ കായുണ്ടോ? എൻ്റെ കായുണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങൂലേ, നിങ്ങളോട് ചോദിക്കാൻ നിൽക്കുമോ? അപ്പം കായുള്ള നേരം നിന്നെ കൂട്ടാതെ ഇനി ഒറ്റയ്ക്ക് പോയി ചാമ്പലുണ്ടല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോ? നിങ്ങളല്ലേ എൻ്റെ ആശാന്. ആ സ്മരണ ഉണ്ടായാൽ മതി. ഇന്നിപ്പം രണ്ടെണ്ണം അടിക്കാൻ എന്തേത്തെ വൈകി സാധനം ആത്തുകല്ലായിട്ട് എല്ലാവരും വിറയൽ. അതേ കുടിച്ച് കുടിച്ച് കരളം ഉണങ്ങിയിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ തലച്ചോറിൻ്റെ ഒരു കുറവും വന്നിട്ടില്ല. എൻ്റെ ആശാൻ ഈ അവറാനാണെങ്കിൽ ഈ കാര്യത്തിൽ അവറാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. മതി, അത് മതി. ഹലോ കോയിസ, ഇനി പീടിയലുണ്ടോ? അതെ, പീടിയലാണ്. നമുക്കിന്ന് അന്തിക്കൊന്ന് കൂടിയാലോ? അതിനെന്താ കൂടിയാൽ? അതിന് കുപ്പി എടുക്കണ്ടേ? 3-4 കുപ്പി ഞാനെടുത്തോളാം. അൽഫാമിലുള്ള ടച്ചിങ്സിന് നീ എടുത്താൽ മതി. ഓ ആയിക്കോട്ടെ, സന്തോഷം. അപ്പോൾ ഒരു ഫുൾ അൽഫാം തന്നെ വാങ്ങിച്ചോ. ആഹാ എൻ്റെ മോനെ, എന്നാന്ന് നമ്മൾ പൊളിക്കൂട്ടോ. ആ പിന്നെ ഇത്തിരി മിച്ചറും അച്ചാറും കൂടി വാങ്ങിച്ചോ. ഓ സെറ്റ്. നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തേ? കുപ്പി വാങ്ങാൻ പൈസ ഇല്ലായിട്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ കുപ്പി നിങ്ങൾ എടുത്തോളാന്ന്, അത് 3-4 ഇതിനൊക്കെ പൈസ ഇടാ. എനിക്ക് ഈ അവറാനെ ശരിക്കും അറിഞ്ഞൂടാ. ഇനി കഥ തേച്ച് കണ്ടില്ലല്ലോ, തല ഇരിക്കുമ്പോൾ ബാല ആടണ്ട. അല്ല, എന്തേ താണ് നിങ്ങൾ പ്ലാന്? പിക്ചർ അബീബി ബാക്കിയേ ബായ്. ഹലോ പൂക്കോയ, എന്തേ? നമുക്ക് രാത്രി ഒന്ന് കൂടിയാലോ? ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കാനു. ഇനി നല്ല 4 കുപ്പി ആയിട്ടിങ്ങ് പോര്. ടച്ചിങ്സിനുള്ള അൽഫാമും ബാക്കി സാധനമൊക്കെ ഇവിടെ റെഡിയാ. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ രാത്രി നമ്മളെ സ്പോട്ട് കാണാം. ഓ ആയിക്കോട്ടെ, എന്നാ ശരി. കാഞ്ഞ ബുദ്ധി തന്നെ കേട്ടോ നിങ്ങൾക്ക്. ഇതുപോലത്തെ എത്ര നീ കാണാതിരിക്കണ്. നീ ബാ. അല്ല, ഓലൊക്കെ ആരാ? ഇനി മാത്രമല്ല എൻ്റെ ശിഷ്യൻ, ഓരെല്ലാം എൻ്റെ ശിഷ്യന്മാരാ. ഓ, നിങ്ങളെ തലയിൽ വെച്ച കോലോണ്ടിക്ക് ഒരു ഏറ് കിട്ടിയാൽ മതിയായിരുന്നു.